കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനകളെ കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഠിച്ചത്. യേശുക്രിസ്തുവിന്റെ 25 പ്രാർത്ഥനകൾ വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് 9 പ്രാർത്ഥനകൾ തനിച്ചുള്ള പ്രാർത്ഥനകളെ കുറിച്ചാണ്. അതാണ് അതിൻ്റെ അകത്ത് 3 പ്രാർത്ഥനകള് 4 പ്രാർത്ഥനകള് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. 4 പ്രാർത്ഥനകൾ. അടുത്ത പ്രാർത്ഥനകളിലേക്ക് നമ്മൾ വേഗം പ്രവേശിക്കുകയാണ്. അത് ഞാൻ ഇന്ന് അത് മുഴുവൻ പറയണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദ ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 14 വേഴ്സ് 13. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ടു പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. ഈ വാക്യം നമ്മുടെ മനസ്സിൽ വയ്ക്കുക. 1. ഇനി അത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന വാക്യവും കൂടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന വാക്യവും കൂടെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 31, 32 വാക്യം. ദ ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 6 വേഴ്സ് 31 and 32. അവിടെ എഴുതിയിരിക്കുന്നത്: വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ സമയം ഇല്ലായ്ക കൊണ്ട് അവന് അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. അപ്പൊ 2 സുവിശേഷങ്ങളിലെ 2 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ 2 വാക്യങ്ങളും ഈ 2 ചാപ്റ്ററുകളും വായിക്കുമ്പോഴാണ് അതിന്റെ കോണ്ടസ്റ്റ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ചാപ്റ്ററുകൾ, അതായത് മത്തായി സുവിശേഷം 14-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു കോണ്ടസ്റ്റ് ആണ്, ഒറ്റ പശ്ചാത്തലമാണ്. പക്ഷെ 2 ചാപ്റ്ററുകളിലും മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയാത്ത കുറെ കാര്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ 2 അധ്യായങ്ങളിലും യേശുക്രിസ്തു ഏകാന്ത സ്ഥലത്തേക്ക് വേറിട്ട് പോയി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു സുവിശേഷത്തിൽ നമുക്ക് വേണേ ഒന്ന് വായിക്കാം. ഒന്ന് അണ്ടർലൈൻ ചെയ്തു ആ വാക്ക്. മത്തായി സുവിശേഷം 14-13 ശ്രദ്ധിച്ചാൽ 14-13 അവിടെ എഴുതിയിരിക്കുന്നത് ഏകാന്ത സ്ഥലത്തേക്ക് വേറിട്ട് പോയി എന്നാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദിവസം ഉണ്ടെങ്കിൽ അത് വായിക്കാമെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ അത് വായിക്കാം. 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. ഇനി അതേ അധ്യായം തന്നെ 23-ാമത്തെ വാക്യം വായിക്കുക. 23. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഈ 2 വാക്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 2 വാക്യങ്ങൾ, ഒരേ അധ്യായത്തിലെ 2 വാക്യങ്ങള് ഏകാന്ത പ്രാർത്ഥനയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് എന്തിനാണ് ഈ സ്ഥലത്ത് അവിടെ വെച്ച് ഏകാന്ത പ്രാർത്ഥനയ്ക്കായി കർത്താവ് പോകുന്നത്? ആ അധ്യായത്തിൽ നടന്നതായ സംഭവം യോഹന്നാന്റെ ശിരച്ഛേദനം. 1. യോഹന്നാന്റെ ശിരച്ഛേദനം. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ബീഹെഡഡ്. യോഹന്നാന്റെ ശിരച്ഛേദം ചെയ്തു. 2. ഫീഡിങ് 5000, 5000 പേരെ പോഷിപ്പിക്കുന്നു. 3. ഹി സെൻസ് 12 ഡിസൈപ്പിൾസ്, 12 ശിഷ്യന്മാരെ തനിക്കെതിരെയുള്ള ഗ്രാമങ്ങളിലേക്ക് അയക്കുന്നു. 4. ജീസസ് വോക്സ് ഓൺ വാട്ടർ. കർത്താവായ യേശു ക്രിസ്തു വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കുന്നു. ഇപ്പൊ ഈ 2 സുവിശേഷം തമ്മിൽ ചേർത്ത് പഠിച്ചാൽ ഈ 4 സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഈ 4 സംഭവങ്ങളുടെ ഏറ്റവും മുൻപിലും ഈ 4 സംഭവങ്ങളുടെ ഏറ്റവും ശേഷമാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഈ 4 സംഭവങ്ങളുടെ ഏറ്റവും മുൻപില് എന്ന് പറയുമ്പോൾ
യോഹന്നാൻ സ്നാപകനെ ശിരച്ഛേദം ചെയ്തു എന്നറിഞ്ഞപ്പോൾ കർത്താവ് ഏകാന്ത സ്ഥലത്തേക്ക് വേറിട്ട് പോകുന്നു. അതാണ് ഒന്നാമത്തെ കോണ്ടസ്റ്റ്. യോഹന്നാന്റെ ശിരച്ഛേദം നടക്കുന്നു. നമ്മള് വേദപുസ്തകം അറിയാവുന്നവരാണ്. യോഹന്നാന്റെ ശിരച്ഛേദം നടത്തിയത് ആരാണ്? ഹെരോദ്. വെരി ഗുഡ്, വെരി ഗുഡ്. എത്ര ഹെരോദ് ഉണ്ട് വേദപുസ്തകത്തിൽ? 3 പേര്. ഒന്നുകൂടെ കൂട്ടിക്കോ. 4 പേര്. യെസ്, 4 ഹെരോദിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. 4 ഹെരോദ്. ആ 4 ഹെരോദ് അറിവിന് വേണ്ടി പറയാം. ഒന്ന് ഹെരോദ് ആന്തിപ്പാസ് ആണ്. ഹെരോദ് ആന്തിപ്പാസ്. ഈ ഹെരോദ് ആന്തിപ്പാസ് ആണ് ഈ യോഹന്നാനെ ശിരച്ഛേദം ചെയ്യുവാനായിട്ട് ഓർഡർ ഇടുന്നത്. അദ്ദേഹത്തെ ടെട്രാർക്ക് എന്നാ വിളിക്കുന്നത്. ടെട്രാർക്ക്, TETRACH എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ടെട്രാർക്കുമാരെന്ന്, കരം പിരിക്കുക. അപ്പം ഹെരോദ് ആന്തിപ്പാസ് എന്ന് പറയുന്നത് യോഹന്നാന്റെ ശിരച്ഛേദം ചെയ്തിരിക്കുന്നയാൾ. അദ്ദേഹം ഗലീലയിലും പെരിയ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അധികാരിയായിരുന്നു. യോഹന്നാന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആള് ഹെരോദ് ആന്തിപ്പാസ് ആണ്. മറ്റൊരാളാണ് ഹെരോദ് ദ ഗ്രേറ്റ്. അദ്ദേഹം ജൂഡിയയുടെ അധികാരിയാണ്. ജൂഡിയ എന്ന് പറയുന്ന സ്ഥലത്ത് അധികാരിയായിരുന്നു. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ നിഷ്കളങ്കരായ കുട്ടികളെ ഹത്യ ചെയ്ത ആളാണ് ഹെരോദ് ദ ഗ്രേറ്റ്. മൂന്നാമത്തെ ആളാണ് ഹെരോദ് അർക്കലയാസ്. അത് വേദപുസ്തകത്തിലുണ്ട്. ഹെരോദ് അർക്കലയാസ് എന്ന് പറയുന്നയാള് ദ സൺ ഓഫ് ഹെരോദ് ദ ഗ്രേറ്റ് ആണ്. സൺ ഓഫ് ഹെരോദ് ദ ഗ്രേറ്റ്. ഈ ഹെരോദ് ദ ഗ്രേറ്റിന്റെ മകനാണ് ഇദ്ദേഹം. അദ്ദേഹവും ജൂഡിയയിലും ശമരിയയിലും ഇദൂമിയ എന്ന് പറയുന്ന സ്ഥലത്തെയും അധികാരിയായിരുന്നു. യഹൂദ അല്ലെങ്കിൽ ജൂഡിയ, സമറിയ, ഇദൂമിയ ഈ സ്ഥലത്തെ കരം പിരിവുകാരനായ ടെട്രാർച്ചായ ഭരണാധികാരിയായിരുന്നു. നാലാമത്തെ ആളാണ് ഹെരോദ് അഗ്രിപ്പ 1. അദ്ദേഹം ഈ ഹെരോദ് ദ ഗ്രേറ്റിന്റെ ഗ്രാൻഡ് സണ്ണാണ്. ഹെരോദ് ദ ഗ്രേറ്റിന്റെ ഗ്രാൻഡ് സൺ ആണ് ഹെരോദ് അഗ്രിപ്പ 1. അപ്പൊ അദ്ദേഹമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ 6 കോടതിയിലാണ് വിസ്തരിച്ച്. 6 കോടതി എന്ന് പറയുന്നത് 3 സിവിൽ കോർട്ടും 3 റിലീജിയസ് കോർട്ടുമാണ്. 3 സിവിൽ കോർട്ട്, 3 റിലീജിയസ് കോർട്ടും. അതിൽ ഒരു സിവിൽ കോർട്ടിലെ അധികാരിയായിരുന്നു ഹെരോദ് അഗ്രിപ്പ 1. അപ്പൊ യേശുക്രിസ്തുവിനെ കണ്ടപ്പോ, അയ്യോ അങ്ങേ കാണാനായിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിന്ന ആള് ഈ ഹെരോദ് അഗ്രിപ്പ 1. അവിടെ പലപ്പോഴും നമ്മൾ തെറ്റായി അത് നോക്കാറുണ്ട്. ഹെരോദ് അഗ്രിപ്പ 1 ഇവരുടെ എല്ലാം ഈ എന്താ പറയാ ചരിത്രങ്ങള്, അവരുടെ ഡൈനാസ്റ്റി, ഹെരോദിയൻ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാൻ കിട്ടും. അത് പഠിക്കുമ്പോൾ ഇവരൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ, ചരിത്രത്തിൽ ചെയ്ത കാര്യങ്ങൾ, റോമൻ പട്ടണങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ, യഹൂദന്മാരുടെ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ, അവർ കൊണ്ടുവന്ന യഹൂദന്മാരുടെ ഉത്സവങ്ങളൊക്കെ ഇവർ നിർത്തിക്കളഞ്ഞു. അങ്ങനെ അവരുടെ ഫെസ്റ്റിവൽസ്, അവരുടെ ഉത്സവങ്ങൾ ഇതെല്ലാം നിർത്തി കൊണ്ടുവന്നിട്ട് യഹൂദന്മാർക്ക് ഇഷ്ടമില്ലാത്ത വിഗ്രഹങ്ങൾ, അത് റോമൻ സാമ്രാജ്യത്തിന്റെ അടയാളമായ വലിയ കഴുകനെ കൊണ്ടുവന്ന് അവിടെ വെക്കാൻ അവർ തീരുമാനിച്ചു. വലിയ കഴുകനെ കൊണ്ടുവന്ന് വെക്കാൻ തീരുമാനിച്ചു. അതിനെ എതിർത്തതാണ് വാസ്തവത്തിൽ യഹൂദന്മാരും റോമക്കാരും തമ്മിലുള്ള വഴക്കിന് കാരണം അവിടെയാണ് ആരംഭിക്കുന്നത്. അതൊക്കെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഹെരോദ് യോഹന്നാനെ കൊല്ലുന്നു. ഇവരെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെതിരായിരുന്നു. യേശുക്രിസ്തുവിന്റെ ചലഞ്ചസ്, മിനിസ്ട്രി ചലഞ്ചസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവൃത്തിയുള്ള പുസ്തകം
ചാപ്റ്റർ 4:27 അത് എഴുതിയിട്ടുണ്ട്. പ്രവൃത്തിയുള്ള പുസ്തകം 4-ാം അധ്യായം 27-ാം വാക്യം. അതാണ് മിനിസ്ട്രി ചലഞ്ച്. യേശുക്രിസ്തുവിനെ മിനിസ്ട്രി ചലഞ്ച് ഒരു വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്. പ്രവൃത്തിയുള്ള പുസ്തകം 4:27. ഞാൻ വായിക്കാം, കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നത്, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി നമ്പർ 1 ഹെരോദാവും, നമ്പർ 2 പൊന്തിയോസ് പീലാത്തോസും, നമ്പർ 3 ജാതികളും, നമ്പർ 4 ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. There are 4 challenges in one verse. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് എതിരായിട്ട് നിന്ന 4 വെല്ലുവിളികൾ ഒരു വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. എന്തൊക്കെയാണ്? നമ്പർ 1 ഹെരോദാവ്. അതാരാ? പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. കർത്താവായ യേശുക്രിസ്തുവിനെതിരായിട്ട് നിന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട്. ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും. അത് ഭരണാധികാരികൾ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് എതിരായിരുന്നു. ഇന്നും ഭരണാധികാരികൾ ശുശ്രൂഷയ്ക്ക് എതിരായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യണം? തിമോഥെയോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രതിഷേധം ചെയ്യണമെന്നല്ല, കൊടി പിടിക്കണമെന്നല്ല, കല്ല് പെറുക്കി എറിയണമെന്നല്ല എഴുതിയിരിക്കുന്നത്. ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് മറ്റേത് ആയുധത്തെക്കാളും ശക്തിയുറ്റ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധം. അതുകൊണ്ടാണ് പൗലോസിനെ ശീലാസിനെയൊക്കെ കാരാഗൃഹത്തിൽ ഇട്ട ആ രാജാവ് രാജ്യം വിട്ടുപോയി. ചരിത്രമായി പ്രവൃത്തിയുള്ള ദിവസം 12-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം. പത്രോസിനെ കാരാഗൃഹത്തിലിട്ട രാജാവ് ആ പാലസ് വിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ചരിത്രം വായിക്കുമ്പോൾ പത്രോസിനെ ഇട്ട കാരാഗൃഹം സുരക്ഷിതമല്ല എന്ന് ഭരണകൂടം വിലയിരുത്തിയ ആ കാരാഗൃഹം ഡിമോളിഷ് ചെയ്ത് കളഞ്ഞു. ഇതിനകത്ത് ഈ കാരാഗൃഹത്തിൽ ആരെങ്കിലും ഇട്ടാൽ സുരക്ഷിതമല്ല, ഭൂമിക്കടിയിലോട്ട് എന്താണ്ട് തുരങ്കം ഉണ്ടെന്നൊക്കെ അവരുടെ വിചാരം. അങ്ങനെ ഇതിനകത്തിടുന്ന ആളുകളൊക്കെ രക്ഷപ്പെട്ടു പോകുക. കാരണം അവര് രക്ഷപ്പെട്ടെന്ന് വേദപുസ്തകം വായിക്കുന്നവർക്കല്ല അറിയത്തുള്ളൂ. പത്രോസ് അങ്ങനെ രക്ഷപ്പെട്ടെന്ന് ഹെരോദാവിന് മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. അത് വേദപുസ്തകം വായിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കുമേ ദൈവത്തിന്റെ അടുക്കൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. വിശ്വസിക്കുന്നവർക്ക് ഒരു സ്തോത്രം പറയാം. സ്തോത്രം. അപ്പോ ഈ ഭൂമിയിലെ നിയമങ്ങൾ ബാധകമല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ദൈവത്തിന്റെ പക്കലുണ്ട്. അവർക്ക് പറയുന്ന പേരാ ദൂതന്മാര്. അത് ഈ ഭരണാധികാരികൾക്ക് അറിയാവോ? ഭൂമിയിലെ നിയമങ്ങൾ ബാധകമല്ലാത്ത ഒരു കൂട്ടം ആളുകളെ ദൈവം നമുക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. സ്തോത്രം. അവര് നേരിട്ട് ഇങ്ങോട്ട് വരും. അവര് ഇരുമ്പ് വാതിലൊക്കെ തുറക്കുന്നേ. അവർ 1-ാം വാതിലും 2-ാം വാതിലാണെങ്കിൽ ഇതെല്ലാം അവരിങ്ങോട്ട് പിടിക്കുമ്പോൾ ഇത് തുറന്നു വരും. അവർക്ക് ഈ ഹെരോദാവാണോ അതോ വേറെ വല്ല ഭരണാധികാരിയാണോ, ഇത് പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ടോ എന്ന് ഇവർക്ക് നോക്കേണ്ട ഒരു കാര്യവും ഇല്ല. സ്തോത്രം. അതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. ആമേൻ പറഞ്ഞില്ല? സ്തോത്രം. അതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. എന്തായിരുന്നാലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എതിരായിരുന്നു യേശുക്രിസ്തുവിന്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കർത്താവ് അതിജീവിച്ചു. റോമൻ ഇമ്പീരിയൽ മുദ്രയെ കർത്താവ് അതിജീവിച്ചു. അതിൽ ഒരു ശക്തി ഉലകത്തിൽ ഉണ്ടായിട്ടില്ല. റോമൻ ശക്തിയേക്കാൾ കൂടുതൽ ഒരു ശക്തി ഇന്നുവരെയും ലോകത്തിൽ ഉണ്ടായിട്ടില്ല. റോമൻ സാമ്രാജ്യത്തിന്റെ ശക്തികളൊക്കെ അവരുടെ പവറൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഓൾ ദ റോഡ്സ് ടു റോമൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, അല്ലേ? റോമൻ ശക്തിയെ, റോമൻ ഇമ്പീരിയൽ മുദ്രയെ അതിജീവിച്ചു പ്രാർത്ഥന കൊണ്ട്. കർത്താവായ യേശുക്രിസ്തു അതിനെ അതിജീവിച്ചു. അപ്പൊ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും. 2-ാമത്തെ ചലഞ്ചാണ് ജാതികൾ, ദ ജെന്റൈൽ വേൾഡ് എന്ന് പറഞ്ഞാൽ നോൺ ജൂവിഷ് പീപ്പിൾ. ജെന്റൈൽസ് യേശുക്രിസ്തുവിനെതിരായിരുന്നു, ജാതികൾ യേശുവിനെതിരായിരുന്നു. 4 ഇസ്രായേൽ ജനം, ജ്യൂസ്, സ്വന്തം ജനമെതിരായി. ഇപ്പൊ സ്വന്തം ജനമെതിരാണ്, സ്വന്തം ജനമല്ലാത്ത ജാതികൾ എതിരാണ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എതിരായിരുന്ന ഒരു കാലത്താണ് കർത്താവ് ശുശ്രൂഷ ചെയ്തത്. പ്രവൃത്തിയുള്ള പുസ്തകം 4:27. പക്ഷെ ആ വാക്യം വായിച്ച് നിർത്തിയാൽ
ആ ചരിത്രം പൂർണ്ണമാകത്തില്ല. 4:31 കൂടെ വായിക്കണം. ഇതറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, ഈ വെല്ലുവിളികളൊക്കെ അറിഞ്ഞു, ഇത് അറിഞ്ഞ ജനം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാനായിട്ട് ആരംഭിച്ചു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന വെല്ലുവിളികളെ അതിജീവിക്കുന്നതാണ്. നമ്മുടെ പ്രാർത്ഥന കാരാഗ്രഹങ്ങളെ അതിജീവിക്കുന്നതാണ്. നമ്മുടെ പ്രാർത്ഥന പൊളിറ്റിക്കൽ ചലഞ്ചുകളെ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ അതിജീവിക്കുന്നതാണ്. നമ്മുടെ പ്രാർത്ഥന ജാതീയ കൂട്ടുകെട്ടുകളെ അതിജീവിക്കുന്നതാണ്. സ്തോത്രം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് യേശു പറഞ്ഞു. ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ പ്രസക്തി എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ പ്രസക്തി. അപ്പോൾ ഹെരോദാവിന്റെ കൂട്ടുകെട്ടുകളെ എല്ലാം അതിജീവിച്ചു. ഇപ്പം യേശുക്രിസ്തുവിനെ യോഹന്നാൻ സ്നാപകനെ ശിരച്ഛേദം ചെയ്തു എന്നുള്ള വാർത്ത യേശു അറിയുന്നു. യേശു അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവിടെയാണ് ആ വാക്യം ആരംഭിക്കുന്നത്. യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദം ചെയ്തു എന്നറിഞ്ഞപ്പോൾ, അത് യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദം ചെയ്തത് പാപത്തിനെതിരെ വിരൽ ചൂണ്ടിയത് കൊണ്ടാണ്. പാപത്തിനെതിരെ ആ മനുഷ്യൻ, പ്രവാചക വരേണ്യനായ യോഹന്നാൻ സ്നാപകൻ ഹെരോദാവിന്റെ പാപത്തിന് നേരെ വിരൽ ചൂണ്ടി ഇത് നന്നല്ല എന്ന് പറഞ്ഞു. ഇത് നന്നല്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ കൊല്ലുവാൻ ഹെരോദാവ് ആഗ്രഹിച്ചു. പക്ഷെ അവനൊരു പ്രവാചകൻ എന്ന് ഗ്രഹിച്ച് ഒഴിവാക്കി വിട്ടു. പക്ഷേ ഹെരോദ്യയുടെ മകൾ ഒരാഗ്രഹം ഉന്നയിച്ചതുകൊണ്ട് യോഹന്നാനെ ശിരച്ഛേദം ചെയ്യേണ്ടതായിട്ട് വന്നു. സ്തോത്രം. പാപത്തിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ ഇന്നും എതിരുണ്ട്. അല്ല, കുഴപ്പമൊന്നുമില്ല. കോംപ്രമൈസ് ചെയ്തു പോയാൽ ഒരു കുഴപ്പമില്ലെന്നേ. കോംപ്രമൈസ് ചെയ്തു പോയാൽ ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ കോംപ്രമൈസ് ചെയ്യാനല്ല, പാപത്തോട് എതിർക്കുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. അപ്പൊ പാപത്തോട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. യോഹന്നാൻ സ്നാപകൻ ജീവൻ കൊടുത്തത് പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതിരുന്നത് കൊണ്ടാണ്, പാപത്തിനെതിരായി നിന്നതുകൊണ്ടാണ്. സ്തോത്രം. അപ്പൊ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു. അടുത്ത പാരഗ്രാഫ് അവിടെ ആരംഭിക്കുകയാണ്, ഇത് കേട്ടിട്ട്. അപ്പൊ അതാ സംഭവം. യോഹന്നാനാര യേശുക്രിസ്തുവിന്റെ കസിന. ഇത് കേട്ടപ്പോൾ യേശു എന്ത് ചെയ്തു? തന്റെ ഹൃദയത്തിലെ ദുഃഖം പകരാൻ വേണ്ടി അല്പസമയം വേറിട്ട് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി, ജനസാഗരത്തിൽ നിന്ന് വേറിട്ട് പോയി ഇരിക്കാൻ വേണ്ടി കർത്താവ് ഒരു പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. കണ്ടോ? അവിടെയാണ് അതിന്റെ കോണ്ടസ്റ്റ്. ഒരു നിർജ്ജന സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ടിട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. പുരുഷാരത്തിന് ഇത് അറിയത്തില്ലല്ലോ യേശുവിന്റെ മനസ്സിലെ വേദന. യേശുവിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വേദനയുണ്ട്. സ്വന്തം സഹോദരന്റെ നിര്യാണത്തിൽ അല്പസമയം പ്രാർത്ഥിക്കാനും അല്പസമയം വേദനയൊന്ന് പകർന്നു വയ്ക്കുവാനും കർത്താവ് ഏകാന്ത സ്ഥലം അന്വേഷിച്ചു പോകുമ്പോൾ ഇതറിയാത്ത പുരുഷാരം യേശുവിന്റെ പിന്നാലെ വരുന്നു. ഞാനും നിങ്ങളുമാണ് എന്ത് ചെയ്തേനെ? ഞാനും നിങ്ങളുമായിരുന്നു എന്ത് ചെയ്തേനെ? ഇങ്ങനെ ഒരു മാനസിക വിഷമം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ, നമ്മൾ അങ്ങനെ മനസ്സിൽ ഒരു വിഷമം കൊണ്ടു നടക്കുന്നു, ആളുകൾ നമ്മളെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല, വിഷമിപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നേ ദേഷ്യം വരും, അല്ലെ പുറത്താക്കും. We cry out and we rebuke the people and we try to kick out the people. നമ്മളൊരു പക്ഷേ ആളുകളോട് പറയും, എനിക്ക് അല്പസമയം എന്നെ ഒന്ന് വെറുതെ വിട്. പക്ഷെ കർത്താവ് ഒരു ക്രൂസൈഡ് നടത്തി. ഈ പുരുഷാരം എല്ലാം എത്ര ദിവസത്തെയാണെന്നറിയാം? 3 ദിവസത്തെ ക്രൂസൈഡ്. വലിയൊരു മീറ്റിംഗ് നടത്തിയിട്ട് 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിച്ചു. എന്റെ സഹോദരി ഭർത്താവ് പറയാറുണ്ട്, 5 അപ്പം കൊണ്ട് 5000 പേരെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അല്ലത്.
അഡ്ജസ്റ്റ് ചെയ്യല്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ശേഷിച്ച കഷണം പെറുക്കിയെടുത്തു. ഒറീസയിലൊക്കെ ചെന്ന് ഈ ശേഷിച്ച കഷണം ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ, 2 മീൻ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ശേഷിച്ചത് എന്താന്ന് ചോദിച്ചപ്പോ ഒരു അമ്മച്ചി പറഞ്ഞു, മീനിന്റെ മുള്ളാന്ന്. എന്താ ശേഷിച്ചത്? ശേഷിച്ച മീനിന്റെ മുള്ള്. അല്ല പിന്നെ എന്നാ ശേഷിച്ചത്? അപ്പൊ ശേഷിച്ചത് പെറുക്കിയെടുത്തെന്ന് പറഞ്ഞാൽ മീനിന്റെ മുള്ള അല്ലല്ല. ശേഷിച്ച കഷണം 12 കൊട്ട പെറുക്കിയെടുത്തു. 5 അപ്പം കൊണ്ടുവന്ന ആ പയ്യനും കൂടെ 10 അപ്പം തിന്നിട്ടാ തിരിച്ചു പോയത്. സ്തോത്രം. അതാണ് കൊടുക്കുക. ഗിവിങ് എന്ന പ്രിൻസിപ്പിൾ അവിടെയാ വിലയുള്ളത്. ഗിവിങ്. ന്യൂ ടെസ്റ്റമെന്റ് പ്രിൻസിപ്പിൾ ഈസ് നോട്ട് ടൈത്ത്, ബട്ട് ന്യൂ ടെസ്റ്റമെന്റ് പ്രിൻസിപ്പിൾ ഈസ് ഗിവിങ്. കൊടുക്കുക. ലിറ്റിൽ ഈസ് ഇനഫ് ഇഫ് ഗോഡ് ഈസ് ഇൻ ഇറ്റ്. ലിറ്റിൽ ഈസ് ഇനഫ് ഇഫ് ഗോഡ് ഈസ് ഇൻ ഇറ്റ്. അപ്പൊ ഈ മിറക്കിളിനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്റെ മനസ്സിൽ. മിറക്കിൾ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മിറക്കിൾ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മിറക്കിൾ? പഴയ നിയമത്തിൽ 83 മിറക്കിൾ ഉണ്ട് കേട്ടോ. 83 മിറക്കിൾസ് മെൻഷൻഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് ആൻഡ് 81 മിറക്കിൾസ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. അത് മനസ്സിൽ എപ്പോഴും കിടക്കണം. ആലിസാൻഡി. What is not possible by people, men. Exactly. The meaning of the definition of miracle, what is possible with men. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധിക്കുന്നു. അതാണ് മിറക്കൽ. പെലെ എന്നൊരു വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത്. PELA, പെലെ അല്ലെ, പെലെ. അപ്പം പുതിയ നിയമത്തിൽ മിറക്കിൾ ഉണ്ട്, സയൻസ് ഉണ്ട്, വണ്ടേഴ്സ് ഉണ്ട്. ഇത് കൂട്ടിച്ചേർത്ത് പഠിക്കണം. അപ്പൊ മിറക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ വിത്ത് യുവർ കപ്പാസിറ്റി, വിത്ത് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ് ഈസ് ബിയോണ്ട് യുവർ അണ്ടർസ്റ്റാൻഡിങ് പവർ. അതാണ് മിറക്കിള്. അപ്പൊ 83 മിറക്കിള് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് പഴയ നിയമം. അതിൻ്റെ അകത്ത് 42 മിറക്കിള് മോസസ് ചെയ്തതാണ്. 16 മിറക്കിൾസ് ദൈവം ചെയ്തതാണ്, കർത്താവ് ചെയ്തതാണ്. ഇപ്പൊ ദ ഓൾഡ് ടെസ്റ്റമെന്റ് ഇൻ എവറി ബുക്ക് റെക്കോർഡഡ് മിനിമം 5 മിറക്കിൾസ്. അതാണ് ഓൾഡ് ടെസ്റ്റമെന്റ്. ന്യൂ ടെസ്റ്റമെന്റ് അകത്ത് 81 മിറക്കിൾസ് ഉണ്ട് കേട്ടോ. 81 മിറക്കിൾസ്. All the miracles related with Jesus and the apostles. ഇപ്പൊ മിറക്കിളില്ലാത്ത ഒരു ജീവിതം വിശ്വാസികൾ നയിക്കരുത്. The believers must believe in miracles. ഒരു സ്തോത്രം പറയാം. സ്തോത്രം. എല്ലാ വിശ്വാസികളും മിറക്കിളിൽ വിശ്വസിക്കണം. മിറക്കിളിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. മിറക്കിളിൽ ഒരു പ്രാർത്ഥനയും മിറക്കിളിൽ വിശ്വസിക്കാത്ത പ്രാർത്ഥന ഉണ്ടാകാൻ പാടില്ല. മിറക്കിളിൽ വിശ്വസിക്കാത്ത പ്രാർത്ഥന ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും പാടില്ല. സ്തോത്രം. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു സിസ്റ്റർ ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണ്. ബയോപ്സിക്ക് അയച്ചു. എല്ലാ RCCയിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. 3-4 ആഴ്ചയായിട്ട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു. സ്തോത്രം. ആ സിസ്റ്ററെ ആ ക്യാൻസർ ഇല്ല എന്നുള്ള റിപ്പോർട്ട് ഡോക്ടർ തന്നെ പറയുന്നു. സ്തോത്രം. തെറ്റുപറ്റുന്നത് എവിടെയാണെന്ന് അറിയാമോ? സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന മിറക്കിളിലൂന്നിയതായിരിക്കണം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന കർത്താവ്. അപ്പൊ എന്താണ് മിറക്കിൾ എന്ന് പറയുന്നത്? പഴയ നിയമത്തിലെ മിറക്കിളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അല്പം ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ഒന്ന് പോവുകയാണ് നിങ്ങളുടെ അനുവാദത്തോടു കൂടെ. പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് മിറക്കിളിനെ കുറിച്ച്. പുതിയ നിയമത്തിലും അതിനെക്കുറിച്ച്, മിറക്കിളിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിറക്കിളിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രസ്റ്റിംഗ് ഇൻ ജീസസ് ടു യൂസ് വൺസ് റിസോഴ്സസ്. ഒരാളിന്റെ വിഭവങ്ങളെ ഉപയോഗിക്കാൻ ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നതിന് പറയുന്ന പേരാണ് മിറക്കിൾ. എന്താണ്? എൻ്റെ നിങ്ങളുടെ റിസോഴ്സസിനെ ഉപയോഗിക്കാൻ ദൈവത്തെ അനുവദിക്കുകയാണെങ്കിൽ അതാണ് മിറക്കിൾ. എനിക്കും നിങ്ങൾക്കും റിസോഴ്സസ് ഉണ്ട്. അത് 5 രൂപയായിരിക്കാം, 10 രൂപയായിരിക്കാം, 100 രൂപയായിരിക്കാം,
എൻ്റെ വീടായിരിക്കാം, എൻ്റെ മക്കളായിരിക്കാം. വി ഹാവ് മെനി റിസോഴ്സസ്. അലോ ജീസസ് ടു യൂസ് മൈ റിസോഴ്സസ്. അത് നമ്മൾ തയ്യാറാവുമോ? എനിക്കുള്ള റിസോഴ്സസ് ദൈവം എപ്പോൾ അതിനെ ഉപയോഗിക്കുമോ അവിടെ മിറക്കിൾ നടക്കൂ. സ്തോത്രം. പത്രോസിന്റെ പടകിൽ യേശു കയറി നിന്നു. ആ പടകിനെയാണ് നിറച്ചത്. സ്തോത്രം. അല്ലേ? തലയൊന്ന് കുലുക്കിക്കേ. സ്തോത്രം, സ്തോത്രം. പത്രോസിന്റെ പടകിനെയാണ്, അല്ലാതെ ആ ഗലീലക്കടലിൽ കിടക്കുന്ന ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് പടകുകൾ കാണും, അതൊന്നും അല്ല നിറച്ചത്. യേശു കയറി നിന്ന പടകിനെ യേശു ആദ്യം നിറച്ചു കൊടുത്തു. നമ്മുടെ റിസോഴ്സസിനെ യേശുവിന്റെ ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റിക്കേ. നമ്മുടെ ബോട്ടിനെ യേശുവിന്റെ പ്ലാറ്റ്ഫോം ആക്കിക്കേ. നമ്മുടെ തൊഴിലിനെ യേശുവിന്റെ പ്ലാറ്റ്ഫോം ആക്കിക്കേ. നമ്മുടെ വീടിനെ യേശുവിന്റെ പ്ലാറ്റ്ഫോം ആക്കിക്കേ. സ്തോത്രം. നമ്മുടെ ചർച്ചിനകത്ത് യേശുവിനെ കൊണ്ടുവന്നേ. വി ക്യാൻ എക്സ്പെക്ട് എ മിറക്കിൾ. നിശ്ചയമായിട്ട് നമുക്കൊരു മിറക്കിൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. സോ ട്രസ്റ്റിംഗ് ഇൻ ജീസസ് ടു യൂസ് വൺ റിസോഴ്സ്, ദാറ്റ് ഈസ് മിറക്കിൾ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. 5 അപ്പം 2 മീന് ആ കുട്ടി യേശുവിന്റെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്തു. ഒരു സ്ഥാനാന്തരണം നടത്തി. ജസ്റ്റ് ട്രാൻസ്ഫോം ചെയ്തു. ആ കുട്ടിയുടെ കയ്യിൽ ഇരുന്നപ്പോഴും 5 അപ്പമായിരുന്നു, യേശുവിന്റെ കയ്യിൽ ചെന്നപ്പോഴും 5 അപ്പമായിരുന്നു. പക്ഷെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ, കർത്താവ് അതിനെ ഉപയോഗിച്ചപ്പോൾ, കർത്താവ് എന്ത് ചെയ്തു? ആ അപ്പം എടുത്തു, സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ വാഴ്ത്തി. സ്തോത്രം. ചെറിയ റിസോഴ്സസ് ആണ്, നീഡ് കൂടുതലാണ്. എന്ത് ചെയ്യണം? റിസോഴ്സസ് കുറവും നീഡ് കൂടുതലാണെങ്കിലും എന്ത് ചെയ്യണം? ആ ചെറിയ റിസോഴ്സസ് എടുത്ത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്താൽ മതി, നീഡ് കംപ്ലീറ്റ് ആവും. ആർ യു വിത്ത് മീ? ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ പ്രശ്നം എന്നറിയാം, നമ്മുടെ പക്കൽ റിസോഴ്സ് കുറവാ, പക്ഷെ നീഡ് കൂടുതലാ. ശമ്പളം കുറവാ, എക്സ്പെൻസ് കൂടുതലാ. നമ്മുടെ പക്കൽ റിസോഴ്സസ് കുറവാ, എക്സ്പെൻസസ് കൂടുതലാ. അപ്പൊ റിസോഴ്സസ് കുറവും വിഭവങ്ങൾ കുറവും നീഡ് വലുതുമായിരിക്കുമ്പോൾ കർത്താവ് ചെയ്ത പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യണം. എന്താണ്? ആ റിസോഴ്സസ് എടുത്ത് ദൈവത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പൊ നമ്മുടെ ഈ ചെറിയ വിഭവങ്ങൾ കൊണ്ട് വലിയ നീഡുകളെ കർത്താവ് നടത്തി തരും. അങ്ങനെ കർത്താവിൽ വിശ്വസിക്കണം. ദാറ്റ് ഈസ് കോൾഡ് മിറക്കിൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ലിറ്റിൽ ഈസ് ഇനഫ് ഇഫ് ദ ക്രിയേറ്റർ ഈസ് ഇൻ ഇറ്റ്. ആ ക്രിയേറ്റർ അതിൻ്റെ അകത്തുണ്ടായിരിക്കണം. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതിനെ കുറിച്ച് ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. അതൊരു പുസ്തകത്തിൽ വായിച്ചതാ. നടന്നതാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കുന്നതിനെ കുറിച്ച് ഒരു എസ്സേ എഴുതണം. കുട്ടികൾ എസ്സേ എഴുതണം. ഇപ്പൊ എല്ലാവരും 5-6 പേപ്പർ എസ്സേ എഴുതുക കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതിനെ കുറിച്ച്. അപ്പൊ ഒരു കുട്ടി ഏതോ അല്പം ഒന്ന് എഴുതിയിട്ട് അദ്ദേഹം പേനയൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വിശ്രമിക്കുക. അപ്പം പ്രൊഫസർ നീ ചോദിച്ചു, നീ എഴുതിയോ? എഴുതി. എസ്സേ ഇങ്ങനെയാണോ എഴുതുന്നത്? 2 വാക്കിലാണോ ഒരു എസ്സേ എഴുതുന്നത്? അപ്പം പറഞ്ഞു, ദേണ്ട സാറേ, ഉത്തര പേപ്പർ സാറിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ സാർ അത് വായിച്ചു നോക്കി. അതിങ്ങനായിരുന്നു: when the creator saw the creation, it was blessed. That is the miracle. When the creator saw the creation, it was blessed. സൃഷ്ടിതാവ് സൃഷ്ടിയെ നോക്കിയപ്പോൾ അതെന്തായിരിക്കണമെന്ന് സൃഷ്ടിതാവ് ആഗ്രഹിച്ചോ അത് ആയിത്തീർന്നു എന്ന് അവൻ എഴുതി വെച്ചു. സ്തോത്രം. അതാണ് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ കാര്യം. സൃഷ്ടിതാവ് സൃഷ്ടിയെ നോക്കി, പച്ചവെള്ളം വീഞ്ഞായി തീർന്നു. ദാറ്റ് ഈസ് മിറക്കിൾ. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് യേശുവിനെ നോക്കുവാൻ അനുവദിക്കുക. നമ്മുടെ ശൂന്യമായ പടകിൽ യേശുവിനെ കൊണ്ടുവരുവാൻ അനുവദിക്കുക. നമ്മുടെ ചെറിയ വിഭവങ്ങളിൽ യേശുവിനെ കൊണ്ടുവരുവാൻ അനുവദിക്കുക. എക്സ്പെക്ട് എ മിറക്കിൾ. അവിടെ ഒരു മിറക്കിൾ നടക്കും. അപ്പോ മിറക്കിള് നോക്കുക. വാട്ട് എവർ വി ഷെയർ, ഗോഡ് മൾട്ടിപ്ലൈസ്. അത് വിശ്വസിക്കണം. Whatever we share, whatever we are ready to share,
the Creator will ready to multiply it. Hallelujah. അപ്പം God can take a little and make it go a long away. God can take a little and make it go a long way. അല്പം എടുത്ത് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അല്പം എടുത്ത് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ ദൈവത്തിന് കഴിയും. അതാണ് മിറക്കിൾ. അപ്പൊ അതിന്റെ മൂലധനം എന്തെന്നറിയാമോ? മിറക്കിളിന്റെ മൂലധനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. സ്തോത്രം. അതാ പറയാനായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതിന് മുൻപ് യേശു പ്രാർത്ഥിക്കുന്നു, അതിനുശേഷവും യേശു പ്രാർത്ഥിക്കുന്നു. അപ്പൊ അനുഗ്രഹത്തിന് പഴയ നിയമത്തില് ഈ അനുഗ്രഹം അല്ലെങ്കിൽ മിറക്കിളിന് 2 ഡെഫിനിഷൻ ഉണ്ട്. പഴയ നിയമത്തിലെ അനുഗ്രഹത്തിന് 2 ഡെഫിനിഷൻ. പുതിയ നിയമത്തിലെ അനുഗ്രഹത്തിന് 1 ഡെഫിനിഷനേ ഉള്ളൂ. സ്തോത്രം. ആർ യു റെഡി ടു ഹിയർ? ഹല്ലേലൂയ. ഒന്ന്, അത് പഴയ നിയമത്തിലെ 2 വിധവമാരെ പ്രവാചകന്മാർ നിമിത്തം അനുഗ്രഹിച്ചു. അതിലൊന്ന് മൾട്ടിപ്ലൈയും 1 ഇൻക്രീസുമാണ്. മനസ്സിലായിട്ടല്ലോ? 2 വിധവമാരെ പ്രവാചകന്മാർ അനുഗ്രഹിച്ചപ്പോൾ 1 മൾട്ടിപ്ലൈ 2 ഇൻക്രീസ് ആയി. കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. സ്തോത്രം അല്ലേ? അത് ഫസ്റ്റ് കിങ് ചാപ്റ്റർ 17 വേഴ്സ് 9 to 16 ഒക്കെ വായിച്ചാൽ കിട്ടും. ഫസ്റ്റ് കിങ് 1 രാജാക്കന്മാർ 17-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. The jar of flour will not be used up, and the jug of oil will not run dry until the day the Lord sends rain on the land. ഭൂമിയിൽ മഴ പെയ്യിക്കുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുന്നില്ല. അപ്പം കലത്തിലെ മാവ് 1 പിടി മാവേ ഉള്ളൂ. അത് എടുക്കുമ്പോൾ പിന്നെ 1 പിടി മാവും കൂടെ, പിന്നെയും 1 പിടി മാവ് എടുക്കുമ്പോൾ പിന്നെ 1 പിടി മാവും കൂടെ. അത് ഇൻക്രീസ് ആണോ മൾട്ടിപ്ലൈ ആണോ? ഇൻക്രീസ്. അപ്പൊ രണ്ടാമതൊരു വിധവ, അത് ഭരണിയിൽ എണ്ണയേ ഉള്ളൂ. ഈ എണ്ണ എടുത്തിട്ട് 100 കണക്കിന് പാത്രത്തിലേക്ക് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക. അത് ഇൻക്രീസ് ആണോ മൾട്ടിപ്ലൈ ആണോ? അതൊരു ഇൻക്രീസ് തന്നെയാ, പിന്നെ അത് മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. ഇത് രണ്ടും നമ്മൾക്ക് കൺഫ്യൂസ് ആവും അല്ലേ? കൺഫ്യൂസ് ആവും. സെക്കൻഡ് റെഫറൻസ് ഏതാ പാസ്റ്റർ? സെക്കൻഡ് റെഫറൻസ് 2 King chapter 4 verse 1 to 7. 2 King chapter 4 verse 1 to 7. ഏതായിരുന്നാലും നിങ്ങൾ അതിനൊരു ടൈറ്റിൽ എഴുതിക്കോ. ഞാനും അത് പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഇതിൽ 1 ഇൻക്രീസും 1 മൾട്ടിപ്ലിക്കേഷനും. ഈ 2 വിധവന്മാര് 1 ഇൻക്രീസും 1 മൾട്ടിപ്ലൈയുവാ. ഞാനൊരു ഉദാഹരണം പറയാം. പി ജി തോമസ് അങ്കിളെ, നമ്മുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ആകെ 100 രൂപയേ ഉള്ളൂ. ഞാൻ ആ 100 രൂപ പോക്കറ്റ് ഇട്ടപ്പം 100 രൂപ എടുക്കുന്നു, പിന്നെ 100 രൂപ കിടക്കുന്നു. 100 രൂപ എടുക്കുന്നു, പിന്നെ 100 രൂപ കിടക്കുന്നു. തീർന്നു പോകുന്നില്ല. അത് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ. ഒന്നാമത്തെ ഉദാഹരണം. 2, എൻ്റെ ഒരു 10,000 രൂപയുണ്ട്. 100 രൂപയുടെ 10,000 രൂപ ഇരിപ്പുണ്ട്. ഓരോ 100 രൂപയും ഞാൻ എടുക്കുന്നു. ഒരു ദിവസം തീർന്നു പോകുന്നു. ഇതിൽ ഏത് 100 രൂപയാണ് വേണ്ടത്? ആദ്യം പറഞ്ഞ 100 രൂപ വേണോ, രണ്ടാമത് പറഞ്ഞ 100 രൂപ വേണോ? ലേഖാ സിസ്റ്ററെ, ആദ്യം പറഞ്ഞ 100 രൂപ വേണോ, രണ്ടാമത് പറഞ്ഞ 100 രൂപ വേണോ? ആദ്യത്തെ 100 രൂപ എന്ന് പറഞ്ഞാൽ പോക്കറ്റ് ഇടുന്നു, എടുക്കും തോറും പിന്നെ 100 രൂപ പിന്നെ കിടക്കുക പോക്കറ്റ്, പിന്നെ എടുക്കും തോറും 100 രൂപ. രണ്ടാമത് 100 രൂപയുടെ ഒരു 10,000 രൂപ അതെടുക്കുന്നു, ഓരോ രൂപ എടുത്ത് 100 രൂപ എടുത്ത് ചെലവാക്കുന്നു. ഇതിലേത് 100 രൂപ വേണം? പാസ്റ്റർ, രണ്ടും ഒന്നാ ആക്ച്വലി. Out of 10,000, when you take out 100 rupee note, the another 100 note is coming into your pocket. But in a second, to make it 10,000. 10,000 in
ഒരു 100 rupee നോട്ട് എടുക്കുമ്പോൾ ഒരു 100 rupee നോട്ട് പോക്കറ്റിൽ വന്നു കഴിഞ്ഞു ടു മേക്ക് ഇറ്റ് 10,000. അങ്ങനെയല്ല ഞാനത് പറഞ്ഞേ. ആദ്യത്തെ 100 രൂപ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തീരുന്നില്ല, അത് കണ്ടിന്യൂസ് പ്രോസസ്സാ. രണ്ടാമത്തത് എപ്പോഴെങ്കിലും ആ 10,000 രൂപ തീരുമല്ലോ. വിധവയുടെ എണ്ണ ഒരു ദിവസം ഒരു ദിവസം തീർന്നുപോയി. പാത്രം ഇല്ലെന്ന് പറഞ്ഞപ്പോ തീർന്നുപോയി അല്ലേ? അപ്പൊ ഇതിലേതാ വേണ്ടത്? ഫസ്റ്റ് ഈസ് നോട്ട് ഡ്രൈ അപ്പ്, ദ സെക്കൻഡ് ഡ്രൈഡ് അപ്പ്. First one is okay. Which one you need? ഫസ്റ്റ് വൺ. The first one. That is When you called take 100, again there will be 100. yeah. That is why I say little is enough. നമ്മൾ എത്രയ്ക്കാ പ്രാർത്ഥിക്കുന്നത്? 10 ലക്ഷത്തിനാണ് നമ്മളിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. Pray for 100. For every day. That never run up. ഒരിക്കലും തീർന്നു പോകാത്ത 100 രൂപയാണ് നല്ലത്, തീർന്നു പോകുന്ന 1 ലക്ഷത്തേക്കാൾ. Okay. ഇതാണ് ഈ രണ്ട് മിറക്കിൾ, ദ ഇൻക്രീസ് ആൻഡ് ദ മൾട്ടിപ്ലൈ. പക്ഷെ പുതിയ നിയമത്തിലെ മിറക്കിൾ എന്തെന്നറിയാമോ? ഗിവ്, ഇറ്റ് വിൽ ബി ഗിവൺ അൺ ടു യു. ദാറ്റ് ഈസ് ഓവർഫ്ലോയിങ്. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി നിറഞ്ഞ ഒരളവ് നിങ്ങളുടെ മടിയിൽ കിട്ടും. അത് ഓവർഫ്ലോയിങ്. It is correct. അപ്പൊ പഴയ നിയമത്തിൽ ഇൻക്രീസ് ഉണ്ട്, പഴയ നിയമത്തിൽ മൾട്ടിപ്ലൈ ഉണ്ട്. പക്ഷെ പുതിയ നിയമം അതിനേക്കാൾ വലുതാണ്. ഓവർഫ്ലോയിങ് മിറക്കിളാണ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Hallelujah. സ്തോത്രം. അപ്പം മിറക്കിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഇപ്പൊ മിറക്കിളിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടെ, ഒരു ടൈറ്റിൽ ഞാൻ പറയാം. ഈറ്റ് ആൻഡ് ഡൈ, ഗീവ് ആൻഡ് ലീവ്. എന്നെ പ്രവാചകൻ പറഞ്ഞ എന്തെന്നറിയാമോ? That is the title of that miracle. Eat and die, give and live. Give and live. Hallelujah. പലപ്പോഴും നമ്മൾ ഈ അതിലേതാ എടുക്കുന്നത്? ഈറ്റ് ആൻഡ് ഡൈ ആണോ, ഗീവ് ആൻഡ് ലീവ് ആണോ? Second, give and leave. Yes, thank you Alisani. Give and live. പലപ്പോഴും നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. ലോർഡ്, മുടിയനായ പുത്രൻ 2 പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രോഡിഗൽ സണ്ണിന്റെ 2 പ്രേയേഴ്സ് എഴുതിയിട്ടുണ്ട്. ഒന്ന്, ഗിവ് മീ, ഐ എം റെഡി ടു ഗോ, ഗിവ് മീ. തിരിച്ചു വന്നപ്പോ അദ്ദേഹം പ്രാർത്ഥിച്ചെന്തെന്നറിയാമോ? അപ്പനോട്, ലോർഡ് മേക്ക് മീ. ഇതിൽ ഏത് പ്രാർത്ഥനയാ നമ്മുടെ പ്രാർത്ഥന? 99% പ്രോഡിഗൽ സണ്ണിന്റെ ഫസ്റ്റ് പ്രേയറാ. എന്നോട് നല്ലൊരു പിണങ്ങിയെന്നാ തോന്നുന്നു. സ്തോത്രം. We are with you. കൂടെ ഉണ്ട് പാസ്റ്ററെ. പ്രോഡിഗൽ സണ്ണിന്റെ ഫസ്റ്റ് പ്രേയറാ നമ്മുടെ എല്ലാം പ്രേയർ. എന്തുവാ? ലോർഡ് ഗിവ് മീ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പ്രേയർ യു ഷുഡ് പ്രേ ടുഡേ, ലോർഡ് മേക്ക് മീ. ഹല്ലേലൂയ. അതിനകത്ത് എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. മേക്ക് മീ ആസ് യുവർ സൺ, മേക്ക് മീ യുവർ സെർവന്റ്. അതിനകത്തെല്ലാം ഉണ്ട്. ഇതെല്ലാം നിന്റേതല്ലോ എന്നാണ് കർത്താവ് തന്നെ നമ്മളോട് പറയുന്നത്. സ്തോത്രം. നമ്മൾ ആ പ്രിൻസിപ്പിൾ മനസ്സിലാക്കണം, പ്രാർത്ഥനയുടെ തത്വം. ഇപ്പൊ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ഈ കാര്യം അറിഞ്ഞപ്പോഴേ, ഈ അടുത്ത ബുധനാഴ്ച ഗിവിങ്ങിനെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ട്, ഹിന്ദിയിലാണ്. വരുന്നവരെല്ലാം സംബന്ധിച്ചാൽ ഗിവിങ്ങിനെ കുറിച്ചൊരു കാര്യം എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന കാര്യം ഞാൻ പറയാം. സ്തോത്രം. സെബാസ്റ്റ്യൻ ഭാഷ 6 to 7. പഴയ നിയമത്തിൽ എല്ലാവരും ടൈത്തിനെ കുറിച്ചാ പറയുന്നത്. ടൈത്ത്, പഴയ നിയമത്തെ ടൈത്ത് എന്നാ പറയുന്നത്. കൊടുക്കുക എന്നുള്ളതിന് ടൈത്ത് എന്ന് പറയും. ആക്ച്വലി പഴയ നിയമത്തിൽ ഈ ടൈത്ത് സംബന്ധിച്ച്, ടൈത്ത് 10% ആണല്ലോ. How many times you have to give the tithe in a year? How many times we receive? According to the Bible, the tithes, Sebastian Pastor, 3 times. That 3 times you have to pay the tithe
in 3 years, every year you have to give 2 times, and every third year you have to pay 1 tithe. That makes 23.3 yearly. 23.3 മിറക്കിള് കഴിഞ്ഞതിന് ശേഷവും പ്രാർത്ഥിക്കുന്നു. ഇതാണ് മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്ന പ്രാർത്ഥന. ഇപ്പം കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ഈ പുരുഷാരത്തെ കണ്ട് മനസ്സലിയുന്നു. കർത്താവ് ഈ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞിട്ട് അവർക്ക് അവരുടെ ആവശ്യത്തിന്റെ ഫിസിക്കൽ നീഡ്, അവരുടെ ഈ ജനത്തെ പട്ടിണിയായി വിട്ടയച്ചാൽ അവർ വഴിയിൽ തളർന്നു പോകും എന്ന് ഗ്രഹിച്ചിട്ട് അവർക്ക് വേണ്ടുവോളം ഭക്ഷണം കൊടുത്തിട്ട് അവരെ വീട്ടിലേക്ക് വിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കർത്താവ് അവരിൽ മനസ്സലിയുന്നു. സ്തോത്രം. മനസ്സലിവ് എന്ന പദം 5 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട്. 5 പ്രാവശ്യം. കമ്പാഷൻ. അധ്വാനിക്കുന്നവരെ കണ്ട് മനസ്സലിഞ്ഞു, പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു, നിസ്സഹായരെ കണ്ട് മനസ്സലിഞ്ഞു, ദുഃഖിക്കുന്നവരെ കണ്ട് മനസ്സലിഞ്ഞു, പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ സ്വയമായി കഴിയാതിരുന്നത് കണ്ട് മനസ്സലിഞ്ഞു. ഈ 5 മനസ്സലിവിനെ കുറിച്ച് പുതിയ നിയമം പറയുന്നുണ്ട്. കർത്താവ് ഇതിലെല്ലാം കണ്ട് മനസ്സലിയുകയാണ്. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞിട്ട് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. സ്തോത്രം. അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് കർത്താവ് അവരെ ആശ്വസിപ്പിച്ച് അവരെ മനസ്സലിവിലേക്ക് കർത്താവ് അവരെ നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രേ ബിഫോർ എ മിറക്കിൾ ആൻഡ് പ്രേ ആഫ്റ്റർ എ മിറക്കിൾ. സ്തോത്രം. അപ്പൊ എല്ലാ അത്ഭുതങ്ങളുടെയും മുൻപിൽ അതിന്റെ ആരംഭത്തിൽ ഒരു എക്സ്പെക്ട് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു വലിയ അത്ഭുതം പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കണം. ഇനി അത്ഭുതം നടന്നു എന്ന് വിചാരിച്ച് ലാഘവത്തോടെ ഇരിക്കരുത്. സ്തോത്രം. അത്ഭുതം നടന്നു കഴിഞ്ഞും പ്രാർത്ഥിക്കണം. ഈ 2 പ്രാർത്ഥനകളാണ്, ഏകാന്ത പ്രാർത്ഥനകളാണ് മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ മിറക്കിൾ കഴിഞ്ഞ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം കർത്താവ് തനിയെ ഒരു മലയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാര് പടകിൽ കയറി അക്കരയ്ക്ക് പോകാനായിട്ട് അവർ നിർബന്ധിക്കുന്നു. അവരങ്ങനെ പോകുമ്പോഴാണ് പടക് മുങ്ങുവാൻ ആരംഭിക്കുന്നത്. പടക് മുങ്ങുവാൻ ആരംഭിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ജലാശയത്തിന് മുകളിൽ നടന്ന് ശിഷ്യന്മാരെ മുക്കുവാനും ശിഷ്യന്മാരെ ഭയപ്പെടുത്തുവാനും ശ്രമിച്ച വെള്ളത്തിന് മുകളിൽ പാദങ്ങൾ വെച്ച് യേശു ശിഷ്യന്മാരുടെ പടകിനടുത്തേക്ക് വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ വരുമ്പോൾ പത്രോസ് പറയുന്നു, അത് നീയാകുന്നു. ആദ്യം ഒരു ഭൂതമാണെന്ന് പറഞ്ഞു. പിന്നീട് പറയുകയാണ്, അത് നീയാകുന്നുവെങ്കിൽ എന്നോടുകൂടെ പറയണം വെള്ളത്തിന് മീതെ നടക്കാൻ. അങ്ങനെ പത്രോസിനോട് യേശു പറഞ്ഞു, വരിക. പത്രോസ് അത്രേ നടന്നോളൂ. വാ രീ ക, അത്രേ നടക്കാൻ പറ്റുള്ളൂ. എത്ര നടന്നു? 3 സ്റ്റെപ്പ്. വാ രീ ക. 3 സ്റ്റെപ്പ് നടന്നപ്പോൾ പേടിച്ചു പോയി. പേടിച്ചിട്ട് മുങ്ങിയപ്പോൾ കർത്താവിന്റെ കൈക്ക് പിടിച്ചിട്ട് തിരിച്ച് ബോട്ടിൽ കയറ്റി വിടുന്നു. അപ്പൊ വിശ്വാസമുള്ള ഒരു പത്രോസ് വെള്ളത്തിന്റെ അകത്ത് നടന്നു. വിശ്വാസമില്ലാത്ത 11 പേര് വള്ളത്തിനകത്തെ വെള്ളത്തിൽ നടന്നു. സ്തോത്രം. ഇപ്പൊ കർത്താവ് പത്രോസോട് പറഞ്ഞൊരു വാക്യമുണ്ട്, അല്പവിശ്വാസിയെ. അല്പവിശ്വാസി എന്നുള്ള വാക്ക് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് ഒലിഗോ പിസ്റ്റോസ് എന്നൊരു വാക്കാണ്. ഒലിഗോ പിസ്റ്റോസ്. ഒലിഗോ പിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന വാക്കിനർത്ഥം. ലാക്ക് ഓഫ് കോൺഫിഡൻസ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ്, ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുൻപ്, സ്തോത്രം, എന്ത് വേണം? നമ്മുടെ കോൺഫിഡൻസ് സ്ട്രോങ് ആയിരിക്കണം. ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം സ്ട്രോങ് ആയിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ മാത്രമേ മിറക്കിള് നമുക്ക് ദൈവത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയും. വെള്ളത്തിന് മീതെ നടക്കാൻ കഴിയും. കർത്താവ് വെള്ളത്തിന് മീതെ നടന്ന് ശിഷ്യന്മാരെ അടുക്കൽ വരികയും ആ ഭയപ്പെട്ട ശിഷ്യന്മാരെ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സബ്ജക്റ്റാണ് പ്രാർത്ഥന. സ്തോത്രം. 12 പേരെ വിടുന്ന സമയത്ത്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സമയത്ത്, യേശുക്രിസ്തു വെള്ളത്തിന് മീതെ നടക്കുന്ന സമയത്ത്, യോഹന്നാന്റെ ശിരച്ഛേദം ചെയ്യുന്നതിന് ശേഷമുള്ള സമയത്ത്,
പ്രേയർഫുൾ ലൈഫാണ് കർത്താവ് നിയന്ത്രിക്കുന്നത്, നടത്തുന്നത്. അത് ദുഃഖത്തിന്റെ സമയത്തായിരുന്നാലും, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സന്തോഷത്തിന്റെ നേരത്താണെങ്കിലും, 12 ശിഷ്യന്മാർ മടങ്ങി വന്നിട്ട് നല്ലൊരു റിപ്പോർട്ട് പറയുന്ന നേരത്താണെങ്കിലും, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ പത്രോസ് വെള്ളത്തിന് മീതെ നടന്നിട്ട് ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലാണെങ്കിലും, ഏതു നേരത്തായിരുന്നാലും ദൈവജനം അതിശക്തിയോടുകൂടെ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയോട് അനുരൂപപ്പെടുന്ന, താദാത്മ്യപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കൊരു മിനിറ്റ് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. 2 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷമായി നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം.